മാസ്റ്റർജികളി ക്രിസ്മസിൻ്റെ ആദ്യത്തെ ആയിട്ട് ഇറങ്ങുവാണ് കേട്ടോ. ചിക്കനാണ്, ചിക്കൻ വെച്ചിട്ടൊരു സ്പെഷ്യൽ ചിക്കനാണ്. ഭയങ്കര ഈസിയാണ്, അതുപോലെ ടേസ്റ്റുമാണ്. തേങ്ങാ ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പം തേങ്ങാ ചിക്കൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അതിനകത്ത് തേങ്ങ വേണം. ഒരു അരക്കപ്പ് തേങ്ങ, ഒത്തിരി തേങ്ങയൊന്നും വേണ്ട. ഇതിപ്പോൾ ഞാൻ 3/4 കിലോ ചിക്കനാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ അളവാണ് പറയുന്നത്. ഒരു അരക്കപ്പ് തേങ്ങ, അരക്കപ്പ് നിറച്ച് തേങ്ങ ഇതുപോലെ ഒന്ന് ഒരു ചൂടായ ചീനച്ചട്ടിയിലോട്ടിട്ട് വറുത്തെടുക്കുക. ഒത്തിരി കരിഞ്ഞു പോകുമൊന്നും വേണ്ട, നല്ലപോലെ മൂത്ത് നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് വാങ്ങിയെടുക്കണം. ഓരോന്നോരോന്ന് പുറകെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ആദ്യത്തെ ഐറ്റമാണ്, ഏറ്റവും ഈസിയാണ്. ചിക്കൻ ഫ്രൈ അല്ല, വരട്ടിയ പോലെയൊക്കെ ഇരിക്കും. ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഈ ചിക്കൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. സവോളയൊന്നും നമ്മൾ അങ്ങനെ വലിയ കാര്യമായിട്ട് സവോളയൊന്നും അറിയുന്നില്ല. എല്ലാം പേരിനേ ഉള്ളൂ, പക്ഷേ ഭയങ്കര വെറൈറ്റി ടേസ്റ്റുമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതൊന്ന് ആദ്യം തന്നെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് ക്രിസ്മസിന് നമുക്ക് വിളമ്പാൻ പറ്റിയൊരു എന്താ പറയുക ഒരു സംഭവമാണ്. അപ്പോൾ ദാ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് മുളക് പൊടി ഇട്ടു. നമുക്ക് എരിവൊക്കെ ആവശ്യത്തിന് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇത് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടത്. ഇതാ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒന്ന് ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചൂടാക്കുന്നു. അളവുകളൊക്കെ ഓരോന്നും അപ്പം പറയാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ ചേർത്താൽ മതി. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മീഡിയം അല്ല, അതിനേക്കാൾ കുറച്ചുകൂടി എരിവുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. നല്ല എരിവുണ്ട്, അത്യാവശ്യം നല്ല എരിവുണ്ട്. ഇത്രയൊക്കെ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഭയങ്കരമായിട്ട് എരിവ് വേണ്ടവർക്ക് മാത്രം കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ തേങ്ങ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കുരുമുളക് ഇട്ട് പൊട്ടിച്ചു. കുറച്ച് പെരുംജീരകം, ഗ്രാമ്പു, പട്ട, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ആദ്യം ഒരു സാധാരണ കുരുമുളക് ഉണ്ടല്ലോ, കുരുമുളക് ഇട്ട് പൊട്ടിക്കുക ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. 2-3 ഗ്രാമ്പു ഇട്ടു, പെരുംജീരകം ഇട്ടു, പിന്നെ കറുവപ്പട്ട ഇട്ടു. അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു സവോള, ഒത്തിരി ഒന്നും വേണ്ട, ഒറ്റ സവോള കേട്ടോ. സവോള മാത്രം ഒരു സവോള ഇടുക, തക്കാളിയൊന്നും ചേർക്കുന്നില്ല. ഒരു സവോള നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരു 20-25 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വെറൈറ്റി വിഭവമായിട്ട് ക്രിസ്മസിന് നമുക്ക് ചേർക്കാൻ പറ്റും. ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തു. എല്ലാം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ പോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്തത്. വെളുത്തുള്ളി ഇഞ്ചിയും ഉപ്പിട്ടു. ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കണ്ട, ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുമല്ലോ. ആ സമയത്ത് നമുക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു 1 ടേബിൾ സ്പൂണോളം ചേർത്തോളൂ കേട്ടോ. അതും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കുക. കണ്ടമാനം വഴറ്റിയെടുക്കുന്നൊന്നുമില്ല. സവാള ഒരു ഇതുപോലെ ഒരു കളർ മാറില്ലേ, ആ മാറി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ബാക്കി മുളക് പൊടിയൊക്കെ ചേർക്കുവാണ്. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി തേങ്ങ വറുത്തപ്പം മുളക് പൊടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെയും 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തു. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. അപ്പോൾ രണ്ടും കൂടെ ആലോചിച്ചിട്ട് വേണം മുളക് പൊടിയൊക്കെ ചേർക്കാനായിട്ട്. നമ്മൾ തേങ്ങ വറുത്തതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അത് നോക്കിയിട്ട് വേണം മുളക് പൊടി ചേർക്കുക. അപ്പോൾ ഒത്തിരി എരിവ് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അളവ് 1/2 ടീസ്പൂൺ വീതാക്കി കുറച്ചോണം കേട്ടോ. കുരുമുളക് പൊടി നമ്മൾ വേറെ ചേർത്തിട്ടില്ല, വേണമെങ്കിൽ ചേർക്കാവുന്നതുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്തു. നന്നായി കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ്. 3/4 കിലോ ചിക്കനുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. കുക്കറിലൊന്നും വേവിക്കുന്നില്ല, നമ്മൾ ഈ പാനിൽ തന്നെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. വെള്ളം ഒഴിക്കുന്നില്ല, പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കുന്നില്ല. ചിക്കൻ വേകുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ ആ വെള്ളം വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത്
എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ആ മസാലയൊക്കെ ചിക്കനിലൊന്ന് പിടിച്ച് വരണം. നല്ലപോലെ ഇളക്കി നല്ലതുപോലെ പിടിക്കണം. ആ സവാളയിലുണ്ടായിരുന്ന മസാലയും എല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരണം. ചേർന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളിതുപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ വെള്ളം നന്നായിട്ട് ഊറി വരും, ചിക്കനിൽ നിന്നുള്ള വെള്ളം ഊറി വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ് ഇടവിട്ടെങ്കിലും ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കുക. ഇതാ കണ്ടില്ലേ, വെള്ളമെല്ലാം വന്നു, നല്ലതുപോലെ വേവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇപ്പോൾ സവാളയുടെ അളവ് വേണമെങ്കിൽ കൂട്ടാം. നമുക്ക് ആ തേങ്ങയുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സവാളയുടെ അളവ് കുറച്ചത് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ സവാളയുടെ അളവ് കൂട്ടാവുന്നേ ഉള്ളൂ. കറിവേപ്പില ഇട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറച്ചുകൂടെ വേണം തോന്നി ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഒരു 3/4 വേവായി കഴിയുമ്പോഴേ നമ്മൾ തേങ്ങ വറുത്തത് ചേർക്കുന്നുള്ളൂ. അതുവരെ നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല. 3/4 വേവെങ്കിലും ആണ്. പിന്നെ നമ്മൾ വറ്റിച്ചെടുക്കുന്നതേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ചൊരു വേവിക്കാനൊന്നും വെക്കുന്നില്ല. അപ്പോൾ അതാ കണ്ടില്ല, 3/4 ഭാഗം വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ അരയ്ക്കുന്നോ പൊളിക്കുന്നോ ഒന്നുമില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുവാണ്. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതുപോലെ ചേർത്ത് കൊടുക്കുവാണ്. തേങ്ങയ്ക്കകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും നമ്മൾ ചേർത്തായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്തതാ ഇതുപോലെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് അങ്ങ് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ തേങ്ങ ചിക്കൻ റെഡിയായി വരും. ഈ സമയത്ത് ഉപ്പും ഒക്കെ നോക്കിക്കോണം. എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്തോണം. അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു ഈ ചിക്കൻ ഈ ഒരളവിൽ ചേർത്തപ്പം. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ എന്താ പറയുക, വരട്ടിയത് തേങ്ങാ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊള്ളുക, അതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിക്കൊള്ളുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ പ്രാവശ്യം ക്രിസ്മസിന് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ക്രിസ്മസിന് ടേബിളിൽ ഐറ്റം വെക്കുമ്പം ഈ ഒരു ഐറ്റം കൂടെ ഒന്ന് ചെയ്ത് വെച്ച് നോക്ക്. വളരെ വെറൈറ്റി ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അത്ര സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ക്രിസ്മസ് വിഭവമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.